ഓക്കെ, അടുത്തത് നീ ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഒപ്റ്റിക്കൽ ഫൈബർ അല്ല, അത് ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നതാ. ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മിറാഷ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? പ്രിസം വരക്കാനൊക്കെ പ്രിസം വരച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഡയമണ്ട് ഓർമ്മയുണ്ടോ? ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഒപ്റ്റിക് ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബർ ആണ് പഠിക്കാനുള്ളത്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. അതിപ്പോ ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മൾ കേബിൾ ഇല്ലേ, ആ ഒരു കേബിൾ പോലെ ഇരിക്കും ഇത്. ഓക്കെ, നേരത്തെ അതായത് പണ്ട് കാലങ്ങളിൽ ഡാറ്റ ട്രാൻസ്മിഷന് യൂസ് ചെയ്തിരുന്നത് കോപ്പർ വയർ ആയിരുന്നു. ഓക്കെ, അപ്പൊ കോപ്പർ വയർ യൂസ് ചെയ്തപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ലോസ് ആവും, അതുപോലെ തന്നെ സ്പീഡ് കുറവാണ്. അതുകൊണ്ട് ഇപ്പൊ പിന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ കറക്റ്റ് ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ എന്ത് വന്നത്, ഈ ഒപ്റ്റിക്കൽ ഫൈബർ വന്നത്. എനിക്ക് സൗണ്ട് കുറച്ച് കുറവായിരിക്കേ. ഒപ്റ്റിക്കൽ ഫൈബർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു എന്താ പറയാ മെറിറ്റ് എന്ന് പറയുന്നത് എന്താ? കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മേക്ക് കമ്മ്യൂണിക്കേഷൻ വെരി ഈസി വിത്തൗട്ട് ലോസ് ഓഫ് എനർജി. എനർജി ലോസ് ഇല്ലാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആക്കും. ഓക്കെ, ഇപ്പൊ ഡാറ്റ ട്രാൻസ്ഫറിനും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്ന ഒരു കേബിള്. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യാം. പണ്ട് കോപ്പർ ആയിരുന്നു, അതിന് പകരം നമ്മൾ കമ്മ്യൂണിക്കേഷൻ അതായത് ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഇനി ഇത് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാമല്ല, ഈ ഒരു കേബിൾ അല്ലേ, ഇതെങ്ങനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ എന്താന്നാ പഠിച്ചേ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് എപ്പോഴാ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആവുമ്പോഴാണ് എന്ത് നടന്നുകൊണ്ടിരുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാം, ഈ കേബിളിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്? അപ്പൊ അതിനു വേണ്ടി അതായത് അപ്പൊ ഈ ഒപ്റ്റിക്കൽ ഫൈബർ അത് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് കൺസെപ്റ്റിലാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം, ആ രീതിയിലാണ് അവർ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർക്കുക ഒരു കേബിള്, ആ ഒരു കേബിൾ വയർ ഇല്ലേ, അത് ആലോചിക്കുക. അതിന്റെ ഉള്ളിലെ കാര്യമാണ് ഞാൻ ഈ വരക്കണത്. ആ ഒരു കേബിൾ വയർ, നമ്മളിപ്പോ ഒരു കോപ്പർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വേറെ വയർ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഒരു കേബിൾ, ആ ഒരു കേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വേറെ വയറൊക്കെ ഉണ്ടാവും. അതുപോലെ ഇരിക്കും ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു ചെറിയൊരു പീസാണ് ഞാൻ വരച്ച് കാണിച്ചേക്കണം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവും? ഒരു കോർ പീസ് ഉണ്ടാവും, പിന്നെ എന്താ ഉണ്ടാവും? ഒരു ക്ലാഡ് ഉണ്ടാവും, ക്ലാഡിങ്. ഓക്കെ, ഒരു കോറും ക്ലാഡും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഈ കോറിന് നമ്മൾ യൂസ് ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആ ഒരു മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ഈ ഉള്ളിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പുറത്തിപ്പോ സാധാരണ ഒരു പ്ലാസ്റ്റിക് പോലത്തെ എന്തെങ്കിലും ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും ഉള്ളിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ രണ്ട് മെറ്റീരിയൽ, രണ്ടെണ്ണം അല്ല അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. നമുക്ക് രണ്ടായിട്ട് കോറും ക്ലാഡും മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഉള്ളിലെ കാര്യം ഉണ്ടാ ഞാൻ പറയുന്നത്. ആ ഒരു കേബിള് കൺസിഡർ ചെയ്യുക. അപ്പൊ ആ കേബിളിന്റെ ഉള്ളില് ഓക്കെ, ആ ഒരു കേബിള് കൺസിഡർ ചെയ്യുക. ആ കേബിളിന്റെ ഉള്ളിലെ കാര്യമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അതിന്റെ ഉള്ളിൽ ഒരു കോർ ഉണ്ടാവും, അതിന് ചുറ്റും ഒരു കവറിങ് പോലെ ഒരു ക്ലാഡ് ഉണ്ടാവും. അപ്പൊ ആ കോറ് നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം, നമുക്ക് അതിന്റെ ഉള്ളിൽ എന്ത് നടക്കണം? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് ഗ്രേറ്റർ ദാൻ എന്താവണം? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്ന സാധാരണ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചിന്തിക്കുക, ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ കോറ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇസ് വെരി ഹൈ. ആൻഡ് ഇവിടെ നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഉള്ളിൽ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇതിന്റെ മെയിൻ യൂസ് എന്താ? യൂസ് എന്താ? ഡാറ്റ ട്രാൻസ്പോർട്ടേഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ വെരി ഈസി വിത്തൗട്ട് ലോസ് ഓഫ് എനർജി. കോപ്പർ വയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ? ഇവിടെ എനർജി ലോസ് ആവുന്നില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ? ഇന്റർനെറ്റ്
ഫുള്ള് എല്ലാം എന്ത് വെച്ചാ ഒപ്റ്റിക്കൽ ഫൈബർ വെച്ചാ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വിത്തൗട്ട് ലോസ് ഓഫ് എനർജി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. മെയിൻ പോയിന്റ് എഴുതേണ്ടത് ഇത് എന്തിന്റെ ഇതിലാ വർക്ക് ചെയ്യുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സാധാരണ ഇപ്പൊ നമുക്ക് കോപ്പർ നോക്കാനാണെങ്കിൽ ഇപ്പൊ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താ വരുന്നത്? ലൈറ്റ്. അപ്പൊ ഇനി എങ്ങനെയാണ് ലൈറ്റ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഉള്ളിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. ലൈറ്റ് വന്ന് ഇവിടെ ഇൻസിഡന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻസിഡന്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയാൽ മാത്രമേ എന്ത് നടക്കൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കൂ. അത് റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടി അങ്ങനെ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു, ഇവിടെ കൂടെ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകും. ഓക്കെ, ഈ മെറ്റീരിയലിന്റെ ഉള്ളിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ്, അത് എന്തിന്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്, ആ മെറ്റീരിയലിൽ ഡീറ്റെയിൽ ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടി വിത്തൗട്ട് ലോസ് ഓഫ് എനർജി ഒന്നും പോവാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കേബിൾ, അതിന്റെ പേരാണ് എന്ത്? ഒപ്റ്റിക്കൽ ഫൈബർ. അത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്ന് മനസ്സിലായല്ല? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഗൗരി ക്യാമറ ഓൺ ചെയ്തേ. ഓക്കെ, ഇനി അടുത്തത്, ഇനി മിറാഷ് നമ്മൾ പറഞ്ഞതല്ലേ, ഇനി ഇതിൽ എക്സാമ്പിൾ ഓഫ് റിഫ്രാക്ഷനാണ് കൊടുത്തേക്കുന്നത്. റിഫ്രാക്ഷന്റെ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പാരന്റ് ഡെപ്തും റിയൽ ഡെപ്ത് ഒക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിക്കേ, പേജ് നമ്പർ 11 മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പേജ് നമ്പർ 11 ബാക്കി പറയുന്നുണ്ട്. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ, ഏർലി സൺറൈസ് ആൻഡ് സൺസെറ്റ്. ഓക്കെ, ഇതൊക്കെ റിഫ്രാക്ഷന്റെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ 10th പഠിച്ചിട്ടുള്ള ടോപ്പിക് അല്ലേ? ഓക്കെ, അറിയോ ഇപ്പൊ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാറും ഏർലി സൺറൈസ് സൺസെറ്റ് ഒക്കെ റിഫ്രാക്ഷൻ കൊണ്ടാണ് നടക്കുന്നതെന്ന് അറിയാലോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു തന്നെ, ഒന്നുകൂടെ പറഞ്ഞു തന്നെ. അത് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, പറഞ്ഞു തന്നെങ്കിൽ പറഞ്ഞുതരാം. പറയണം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ റിഫ്രാക്ഷൻ എന്താന്ന് പഠിച്ചു. റിഫ്രാക്ഷൻ എന്താന്ന് നമ്മൾ പഠിച്ചേ? റിഫ്രാക്ഷൻ എന്താ? ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണെന്ന് പഠിച്ചു. അതിലുള്ള ഓരോ എക്സാമ്പിളും റിഫ്രാക്ഷന്റെ എക്സാമ്പിൾസ് ആണ്. ഒന്ന് നോക്കുക, ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ നോക്കിക്കേ, അറ്റ്മോസ്ഫിയറിന്റെ ഓരോ ലെയേഴ്സ്, ഇത് അറ്റ്മോസ്ഫിയറിന്റെ ലെയർ ആണെന്ന് വിചാരിക്കേ, ഓരോ ലെയേഴ്സും എന്തായിരിക്കും? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? ഓരോ ലെയേഴ്സിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിന്റെ ഓരോ ലെയേഴ്സിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എന്തായിരിക്കും? സെയിം ആയിരിക്കോ? ഇല്ല. ഓരോ ലെയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ പറയുമ്പോൾ രാത്രി ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ രാത്രി സമയത്ത് അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ലോവർ ആയിട്ടുള്ള ലെയർ അതെപ്പോഴും തണുത്തായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ ഡെൻസർ ആയിട്ട് എടുക്കാം, ഇത് നമുക്ക് റെയറർ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർ, ഇവിടെയാണ് ഒരു സ്റ്റാർ ഉള്ളതെങ്കിൽ സ്റ്റാറിൽ നിന്ന് ലൈറ്റ് റേ വരുന്നതാണ്. ലൈറ്റ് റേ വരുന്നു, റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആവുമ്പോ എന്താ സംഭവിക്കുക? ബെൻഡ്, ഇത് നോർമൽ ആണെന്ന് വിചാരിക്കുക, ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും, ടുവേർഡ്സ് നോർമൽ. അപ്പൊ ബെൻഡ് ടുവേർഡ്സ് നോർമൽ. പിന്നെ അടുത്ത ലെയറിൽ വരുന്നു, അവിടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓരോ ലെയറിന്റെയും ഡിഫറെന്റ് ആണ്. അപ്പൊ അടുത്ത ലെയറിൽ നിന്ന് അടുത്ത ലെയറിലേക്ക് വരുമ്പോഴും എന്താ സംഭവിക്കുക? ബെൻഡ് ടുവേർഡ്സ് നോർമൽ, ബെൻഡ് ടുവേർഡ്സ് നോർമൽ, ഇങ്ങനെ വരും. ഇപ്പൊ ഇവിടെയാണ് ഒരാൾ നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഒരാൾ നിൽക്കുന്നു, ആൾക്ക് അപ്പൊ ലൈറ്റ് റേ ഇവിടെ നിന്ന് കിട്ടുന്നു. ആളുടെ എക്സാക്ട് പൊസിഷൻ നോക്കിയിട്ട് നേരെ നോക്കണമെങ്കിൽ എവിടെയായിരിക്കും നിൽക്കുന്നത്? ഈ ഒരു പൊസിഷൻ ആയിരിക്കും സ്റ്റാർ കാണുന്നത്. ഓക്കെ, റിഫ്രാക്ഷൻ നടക്കുന്നത് കൊണ്ട് ലൈറ്റ് ബെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. പക്ഷെ ആൾ എക്സാക്ട് നോക്കുമ്പോൾ സ്റ്റാറിനെ കാണുന്നത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പൊ സ്റ്റാറിന്റെ പൊസിഷൻ ഇതാണെങ്കിലും കാണുന്നത് എവിടെയായിരിക്കും? കുറച്ച് മുമ്പിലേക്ക്. നമ്മൾ അപ്പാരന്റ് ഡെപ്ത് പറഞ്ഞില്ലേ? അപ്പാരന്റ് ഡെപ്ത് പറഞ്ഞപ്പോ ഇപ്പൊ ഒരാള് ഒരു ഫിഷ് ടാങ്കിലേക്ക് മീനിനെ നോക്കണമെങ്കിൽ അത് താഴെ കുറച്ചുകൂടി അടിയിലാണെങ്കിൽ നമ്മൾ കാണുന്നത് കുറച്ച് പൊക്കത്തായിട്ടായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റാറിനെ കാണുന്നത് ഇവിടെയാണെങ്കിലും എക്സാക്ട് പൊസിഷൻ ഇവിടെ ആയിരിക്കും. പിന്നെ ഈ സ്റ്റാറിന്റെ പൊസിഷൻ എപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കും? ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് എന്തായിട്ട് തോന്നും? നമുക്ക് ട്വിങ്ക്ലിംഗ് ആയിട്ട് തോന്നും. അതാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഏർലി സൺറൈസ് സൺസെറ്റ്, അതും ഇതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോ സൺറൈസ് എന്ന് പറയുമ്പോ ഇതിപ്പോ ഹൊറൈസൺ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും സൺറൈസിന് മുമ്പ് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോ ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോ, അതായത് ഇപ്പൊ ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോ അപ്പോ ഈ അറ്റ്മോസ്ഫിയറിന്റെ ലോവർ സർഫസ് അപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഡെൻസർ തന്നെയായിരിക്കും. ഇത് റെയറർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കേ,
അപ്പോ അറ്റ്മോസ്ഫിയറിന്റെ ലോവർ സർഫസ് ഡെൻസർ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ലൈറ്റ് റേ പോണേ, ലൈറ്റ് റേ ഡെൻസർ ടു റെയറർ ആവുമ്പോ എന്താ സംഭവിക്കുക? ഡെൻസർ ടു ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അപ്പൊ ബെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി അയാൾക്ക് ഇവിടെ ആയിരിക്കും സണ്ണിനെ കാണാൻ പറ്റുന്നത്. അതായത് സൺറൈസിന് ഒരു 2 മിനിറ്റ് മുമ്പ് സണ്ണിന്റെ പൊസിഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ റൈസ് ചെയ്തിട്ടില്ല, എന്നാലും ഒരു 2 മിനിറ്റ് മുമ്പ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ 10th പഠിച്ചു കഴിഞ്ഞ ടോപ്പിക് ആണ്. ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതുപോലത്തെ എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്തത് റിഫ്രാക്ഷൻ ഫ്രം കോൺവെക്സ് സ്പെരിക്കൽ സർഫസ്. ഓക്കെ, ഇപ്പൊ റിഫ്രാക്ഷൻ ഫ്രം കോൺവെക്സ് സ്പെരിക്കൽ സർഫസ്, അതിന് നമ്മളിപ്പോ ഒരു ലെൻസ് ആണ് നമ്മൾ കൺസിഡർ. ഇപ്പൊ ലെൻസ് എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയാലോ? ലെൻസ് എങ്ങനെയായിരിക്കുന്നത്? 2 സ്പെരിക്കൽ സർഫസ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു ലെൻസ് ഇരിക്കുന്നത് അല്ലെ? ഇവിടെ പ്രിൻസിപ്പൽ ഫോക്കസ് ഇവിടെ ആയിട്ട് വരും. ഇപ്പൊ നോക്കിക്കോ, ഒരു സർക്കിളിന്റെ ഒരു പോർഷൻ ആണ് ഇതെന്ന് വിചാരിക്കുക, അടുത്ത സർക്കിളിന്റെ ഒരു പോർഷൻ ആണ് ഇതെന്ന് വിചാരിക്കുക. അപ്പൊ ഏകദേശം സെന്റർ ഇവിടെ വരും, ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ വരും. ഇങ്ങനെയാണ് ഒരു ലെൻസ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റിഫ്രാക്ഷൻ ഫ്രം എ കോൺവെക്സ് സ്പെരിക്കൽ സർഫസ്. ഫിഗർ ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് വരച്ചാൽ മതിയെ, എപ്പോഴാ തെറ്റണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കണേ, ഈ ഡെറിവേഷൻ ചോദിക്കും. റിഫ്രാക്ഷൻ ഫ്രം എ കോൺവെക്സ് സ്പെരിക്കൽ സർഫസ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്പെരിക്കൽ സർഫസ് കൺസിഡർ ചെയ്തു. ഫസ്റ്റ് അത് വരക്കണം. ആദ്യം ഒരു സ്പെരിക്കൽ സർഫസ്, ഞാൻ ഒന്നുകൂടെ റഫായിട്ട് വരക്കാം. ഒരു സ്പെരിക്കൽ സർഫസ് കൺസിഡർ ചെയ്തു, പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇവിടെ ഒരു പോയിന്റ് ഒബ്ജക്ട്, ഈ O എന്ന് എഴുതിയേക്കണ എന്താണ്? പോയിന്റ് ഒബ്ജക്ട്. ഒരു പോയിന്റ് ഒബ്ജക്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് ഇൻസിഡന്റ് റേ ചെല്ലുന്നു. ഇൻസിഡന്റ് റേ എന്ന് കഴിയുമ്പോൾ ഇത് ഒരു ഫസ്റ്റ് മീഡിയം, ഇതൊരു മീഡിയം N1 ആയിട്ട് എടുത്തു. ഈ ഒരു സ്പെരിക്കൽ സർഫസ്, അത് ചിലപ്പോ ഇപ്പോ നമുക്ക് ഫസ്റ്റ് മീഡിയം നമുക്ക് ഇപ്പൊ എയർ ആയിട്ട് എടുക്കാം. ഇപ്പൊ സെക്കൻഡ് മീഡിയം ചിലപ്പോൾ ഒരു ഗ്ലാസ് ആയിരിക്കും. സ്പെരിക്കൽ സർഫസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും എയർ ആയിരിക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതൊരു വേറെ മീഡിയം ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ശ്രദ്ധിക്കണേ. ഇവിടെ നിന്ന് റേ ഓഫ് ലൈറ്റ്, ഇൻസിഡന്റ് റേ ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? റിഫ്രാക്ഷൻ അല്ലേ സംഭവിക്കുള്ളൂ. N1 നിന്ന് N2 പോകുമ്പോ എന്താ സംഭവിക്കുക? ബെൻഡിങ് ഓഫ് ലൈറ്റ് വരും. ഓക്കെ, അപ്പൊ N1 ഇത് റെയറർ മീഡിയം ആണ്, ഇത് ഡെൻസർ മീഡിയം ആണെങ്കിൽ എന്താ സംഭവിക്കുക? ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് നോർമൽ വരണം. അപ്പൊ റേ ഓഫ് ലൈറ്റ് ഇവിടെ നിന്ന് വരുന്നു. ഇതാണ് എക്സാക്ട് ഫിഗർ, ഞാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് വരുന്നു. റേ ഓഫ് ലൈറ്റ് വന്നിട്ട് റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആയതുകൊണ്ട് തന്നെ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും. അപ്പൊ നമ്മൾ നോർമൽ വരക്കണം. അപ്പൊ നോർമൽ എവിടെ കൂടിയാ വരക്കുക? സാധാരണ നോർമൽ എവിടെ കൂടി ആയിരിക്കും പാസ് ചെയ്ത് പോണത്? സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സ്പെരിക്കൽ സർഫസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിപ്പോ സെന്റർ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടി ഒരു നോർമൽ പാസ് ചെയ്തു പോയി. അപ്പൊ നോർമൽ വരച്ച്. ഇനി പറഞ്ഞേ, ഈ റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നു, നോർമലിന്റെ ടുവേർഡ്സ് അല്ലേ പറയുള്ളൂ. റെയറർ ടു ഡെൻസർ ആവുമ്പോ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പൊ അതെ ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി അപ്പൊ നോക്കിയാൽ ഇവിടെ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് പോയി ഇവിടെ വരെ ഇൻസിഡന്റ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലായിരിക്കും നമ്മുടെ എന്ത് കിട്ടുന്ന ഇമേജ് കിട്ടുന്നത്. ഇത് വരച്ച് അതുപോലെ തന്നെ എഴുതി തന്നെ പഠിച്ചാലേ കിട്ടുള്ളൂ. ഈ ചാപ്റ്ററിൽ നല്ല പയ്യെ നമ്മൾ പോകുന്നത്.
അത്യാവശ്യം ലാഗാണ് ഈ ചാപ്റ്റർ. ഓരോ പോർഷനും എടുക്കുന്നത് കുറച്ചേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എഴുതി പഠിച്ചില്ലെങ്കിൽ മറന്നു പോകും. ഈ ഫിഗർ ഒന്നും അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഓർത്തിരിക്കില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇന്ന് തന്നെ പോയിട്ട് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ പോട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇമേജ് വരച്ചു. ഓക്കെ, ഇനി നോക്കിക്കേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും നോർമലും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ പറയുന്ന പേരെന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും നോർമലും കൂടിയുള്ള ആംഗിൾ എന്താ? ഇൻസിഡന്റ് ആംഗിൾ. ഓക്കെ, ഇനി അടുത്ത റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അതാണ് ഞാൻ ഇവിടെ കൊടുത്ത് ഇത്രയും വരച്ചു വെച്ചേക്കണം. മനസ്സിലായ? ഈ പോയിന്റ് എന്താ? സെന്റർ ഓഫ് കർവേച്ചർ. ഇത്രയും ഓക്കെ ആണെങ്കിൽ വരച്ചോ. മനസ്സിലായി? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വരക്കണേ. ഓരോ സ്റ്റെപ്പ് നോക്കി സ്വന്തമായിട്ട് വരക്കാൻ നോക്കിക്കേ. ഒരു സ്പെരിക്കൽ സർഫസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് വരുന്നു, ഇൻസിഡന്റ് ചെയ്യുന്നു, ഡെൻസർ റെയറർ ടു ഡെൻസർ മീഡിയം ആയതുകൊണ്ട് ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോർമൽ വരച്ചിട്ട് വേണം അത് വരക്കാൻ. ഇത്രയും വരച്ചോട്ടാ, സ്വന്തമായിട്ട് വരക്കാൻ നോക്കട്ടെ. വരച്ചായത്. ഓക്കെ, ഇനി നമുക്ക് ഈ ആംഗിൾ പ്രിൻസിപ്പൽ ആക്സിസും ഈ ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ നമുക്ക് ആൽഫ ആയിട്ട് എടുക്കാം. ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി പോയിക്കോട്ടോ. ഈ ആംഗിൾ ആൽഫ. അടുത്തത് ഇത് നോർമലും പ്രിൻസിപ്പൽ ആക്സിസും തമ്മിലുള്ള ആംഗിൾ നമുക്ക് ബീറ്റ ആയിട്ട് എടുക്കാം. ഇനി ഇത് റിഫ്രാക്റ്റഡ് റേയും പ്രിൻസിപ്പൽ ആക്സിസും തമ്മിലുള്ള ആംഗിൾ നമുക്ക് ഗാമ ആയിട്ട് എടുക്കാം. ഓക്കെ, ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു റിഫ്രാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഏത് ലോ ആണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കിയേ, സ്നെൽസ് ലോ. അപ്പൊ ഒരു റിഫ്രാക്ഷൻ ഇവിടെ നടന്ന് എയറിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് വന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? സ്നെൽസ് ലോ എടുക്കാം. ഓക്കെ, സ്നെൽസ് ലോ എന്താ പറയുന്നത്? കൃത്തിക ഒന്ന് പറഞ്ഞേ. സ്നെൽസ് ലോ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു N2 ബൈ N1. ഓക്കെ, ഇനി നമുക്കിത് അപ്രോക്സിമേറ്റ് ചെയ്യാം. സൈൻ ഐ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ആൻഡ് സൈൻ ആർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? ഐ ബൈ ആർ ഈക്വൽ ടു N2 ബൈ N1. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഐ ഇൻറ്റു N1 ഈക്വൽ ടു ആർ ഇൻറ്റു N2 എന്ന് പറഞ്ഞെടുത്ത് ഐ ഇൻറ്റു N1 ഈക്വൽ ടു ആർ ഇൻറ്റു N2. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നോക്കിക്കേ, നമുക്ക് ഐയുടെ വാല്യൂം ആറിന്റെ വാല്യൂം കണ്ടുപിടിക്കണ്ടേ? ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി നോക്കിക്കേ, ഈ ആംഗിൾ ഐ, ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്തോട്ടാ. ട്രയാംഗിൾ ഒ സി എൻ. അടുത്ത ട്രയാംഗിൾ കൺസിഡർ ചെയ്തേ. കൺസിഡർ ട്രയാംഗിൾ ഒ സി എൻ. ഒ സി എൻ എന്ന് പറയുന്ന ഈ ട്രയാംഗിൾ നോക്കിക്കേ, ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഏതാ? ഒ സി എൻ. ഈ ട്രയാംഗിൾ ഒ സി എൻ മനസ്സിലായി? അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഏതാ? ഐ. exterior angle I equal to exterior angle of a triangle is equal to sum of opposite interior angles. അങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് ഇത് എഴുതാമല്ലോ. ഈ ട്രയാംഗിൾ ഒ സി എൻ, അതിൽ നോക്കിക്കേ എക്സ്റ്റീരിയർ ആംഗിൾ ഐ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ്റ്റീരിയർ ആംഗിൾ ഐ ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അപ്പൊ ഐ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തൊരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യണേ. അടുത്ത ട്രയാംഗിൾ സി ഐ എൻ. കൺസിഡർ ട്രയാംഗിൾ സി ഐ എൻ. സി ഐ എൻ കൺസിഡർ ചെയ്യണേ. നോക്കിക്കേ, സി ഐ എൻ. അപ്പൊ സി ഐ എൻ എന്ന് പറയുന്ന ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ നോക്കിക്കേ, ബീറ്റ. ശ്രദ്ധിച്ചേ, സി ഐ എൻ. ഓരോ സ്റ്റെപ്പ് നോക്കി എഴുതണേ. സി ഐ എൻ. ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഏതാ? ബീറ്റ. ബീറ്റ ഈക്വൽ ടു ആർ പ്ലസ് ഗാമ എന്ന് എഴുതാല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ ഈക്വൽ ടു ആർ പ്ലസ് ഗാമ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ആറിന്റെ ടേംസിലേക്ക് മാറ്റാം. ആർ ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് ഐയുടെ വാല്യൂം ആറിന്റെ വാല്യൂം കിട്ടി. ഇനി നമുക്ക് ഇതിനെ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ഐയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയ? ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു N1 ഈക്വൽ ടു ആറിന്റെ വാല്യൂ എന്താ കിട്ടിയ? ബീറ്റ മൈനസ് ഗാമ. ബീറ്റ മൈനസ് ഗാമ ഇൻറ്റു N2. ഓക്കെ, ബീറ്റ മൈനസ് ഗാമ ഇൻറ്റു N2. ഇനി നോക്കിക്കോട്ടെ, അതിനെ എക്സ്പാൻഡ് ചെയ്യണേ. ആൽഫ N1 പ്ലസ് ബീറ്റ N1 ഈക്വൽ ടു ബീറ്റ N2 മൈനസ് ഗാമ N2.
ഓക്കെ, ഈ ബീറ്റയുടെ ടേംസിനെ രണ്ടിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പൊ ആൽഫ n1 ഇപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് ഗാമ n2 ഈക്വൽ ടു ബീറ്റ n2 മൈനസ് ബീറ്റ n1. ഓക്കെ, ആൽഫ n1 പ്ലസ് ഗാമ n2 ഈക്വൽ ടു ബീറ്റ n2 മൈനസ് n1. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, മനസ്സിലായല്ലോ? അത് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ആകെ ഈ ഫിഗർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ 2 സ്റ്റെപ്പ് ഓർത്താൽ മതി. ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം മാത്രം ഓർത്താൽ മതി. ഇവിടെ വരെ എഴുതാൻ പറ്റും. സ്നെൽസ് ലോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഐയുടെയും ആറിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക, 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. OCN കൺസിഡർ ചെയ്ത് CIN കൺസിഡർ ചെയ്തു. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് എഴുതി. ഇവിടെ വരെ എത്തി. ഇനി നമുക്ക് ഈ ആൽഫയുടെയും ഗാമയുടെയും ബീറ്റയുടെയും വാല്യൂ എഴുതണം. ഓക്കെ, ആൽഫയുടെയും ഗാമയുടെയും ബീറ്റയുടെ വാല്യൂ എഴുതിയാൽ മാത്രമേ നമ്മൾ ഇക്വേഷനിലേക്ക് എത്തുള്ളൂ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇത് P എന്ന് കൊടുക്കണേ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണേ. കൺസിഡർ ട്രയാങ്കിൾ OPN. OPN ടാൻ ആൽഫ അപ്ലൈ ചെയ്തേ. ടാൻ ആൽഫ ഈക്വൽ ടു OPN. ടാൻ ആൽഫ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് PN. PN ബൈ PO. OP. ഓക്കെ, ടാൻ ആൽഫ. ഇനി അടുത്ത നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ PCN. കൺസിഡർ ട്രയാങ്കിൾ PCN. ഓക്കെ, PCN. അപ്പൊ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ടാൻ ബീറ്റ. ടാൻ ബീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് PN, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് PC. അടുത്ത നമുക്ക് ഗാമ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം? കൺസിഡർ ട്രയാങ്കിൾ PIN. കൺസിഡർ ട്രയാങ്കിൾ PIN. ഓക്കെ, മനസ്സിലാക്കി എഴുതണേ. മനസ്സിലാക്കിയിട്ട് എഴുതണം. വെറുതെ പകർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് പഠിക്കാൻ പറ്റില്ല. PIN. ടാൻ ഗാമ ഈക്വൽ ടു NP ബൈ PI. PN ബൈ PI. ഓക്കെ, അപ്പൊ ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ നമുക്ക് ആൽഫ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? PN ബൈ PO. ബീറ്റ ഈക്വൽ ടു PN ബൈ PC. and gamma equal to PN by PI. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാ? മനസ്സിലാക്കിയാണോ എഴുതിയിട്ടുള്ളത്? ഏതാണ്? അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൽഫയുടെ വാല്യൂ എത്ര കിട്ടിയേക്കുന്ന ഈ ഇക്വേഷന്? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 3. ഇത് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ കൊടുത്തു. 4, 5, 6. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 4, 5, 6 ഇൻ ഇക്വേഷൻ 3. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 4, 5, 6 ഇൻ ഇക്വേഷൻ 3. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ആൽഫയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്? ആൽഫ ഈക്വൽ ടു PN ബൈ PO ഇൻറ്റു N1 പ്ലസ് ഗാമ എത്ര കിട്ടിയേക്കുന്നത്? PN ബൈ PI ഈക്വൽ ടു ഇൻറ്റു N2 ഈക്വൽ ടു ബീറ്റ. ബീറ്റയുടെ വാല്യൂ എത്ര കിട്ടിയേക്കുന്നത്? PN ബൈ PC ഇൻറ്റു N2 മൈനസ് N1. ഈ PN നമുക്കെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാല. PN പോയി. ബാക്കിയുള്ളത് N1 PO plus N2 PI equal to N2 minus N1 by PC. Okay. ഇനി നോക്കിക്കേ, ഈ PO എന്ന് പറഞ്ഞാൽ എന്താ? PO N1 by PO. ശ്രദ്ധിച്ചേ, N1 by PO. PO എന്ന് പറഞ്ഞാൽ എന്താ? PO എന്തിന്റെ ഡിസ്റ്റൻസാ? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്. പക്ഷെ ഏത് സൈഡിലാണ് വന്നേക്കുന്നത്? ഇൻസിഡന്റ് റേ ഈ സൈഡിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ഇപ്പുറത്തെ സൈഡിലല്ലേ വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ എന്താവും? നെഗറ്റീവ്. നമുക്ക് എങ്ങനെ കൊടുക്കാം? N1 by minus U plus N2 by PI. PI എന്താ? PI എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡിസ്റ്റൻസാ? ഇമേജ് ഡിസ്റ്റൻസ്. അത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? പോസിറ്റീവ്. അപ്പൊ N2 by V ഈക്വൽ ടു, ഇനി PC എന്താ? പോള് തൊട്ട്, അതായത് പോള് തൊട്ട് R. ഓക്കെ, അപ്പൊ N2 by N1 by R. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം?
N2 by V minus N1 by U equal to N2 minus N1 by R. ഇതാണ് റിഫ്രാക്ഷൻ ഫ്രം കോൺവെക്സ് സ്ഫെറിക്കൽ സർഫസ്. എന്തായാലും ഡെറിവേഷൻ ചോദിക്കൂ. ഒന്ന് വേഗം ഓടിച്ച് നോക്കിക്കേ, വേഗം നോക്കിക്കേ, ആ സ്റ്റെപ്പ് എല്ലാം നോക്കിക്കോട്ടാ. ഓരോ സ്റ്റെപ്പും ചെയ്യാൻ പറ്റുന്നുണ്ടാന്ന് നോക്കിക്കേ. എവിടെന്നാ വന്നത്? ആകെ ആ 2 സ്റ്റെപ്പാണ് ഓർത്തിരിക്കേണ്ടത്, അതൊന്ന് ഓർത്തിരിക്കണേ. ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണത് ഫസ്റ്റ് സ്റ്റെപ്പിൽ. ആ ഇത്ര എഴുതണം. എങ്ങനെ? നീ ഇപ്പൊ നിനക്ക് കുഴപ്പമില്ല. ഇതിപ്പോ ഞാനിപ്പോ എല്ലാ സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പും എടുത്ത് കാണിച്ചേക്കുന്നേ ഉള്ളു. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റൂ ഇതെല്ലാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇനി എക്സാമിന് നോക്കുമ്പോൾ മനസ്സിലാവാതിരിക്കരുതല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഓരോ സ്റ്റെപ്പും. അത് പി എൻ എല്ലാം ഈക്വൽ അല്ലേ? എല്ലാം പി എൻ അല്ലേ? ഏത്? അത് കോമൺ ആയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യാലോ. ഈക്വൽ ടു ഇപ്പൊ പി എൻ അവിടെ നിന്ന് കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തും പി എൻ, അങ്ങനെ കിട്ടിയാ? സ്വാതിക്ക് കിട്ടിയാ? എന്തോ? ഏത് ഈ സ്റ്റെപ്പാ? ഇത് എങ്ങനെ എടുത്തേക്കുന്നതെന്നാണോ? അതാ ഞാൻ പറഞ്ഞത്, ഇത് നോക്കണ്ട, ഇത് പല ടൈപ്പിലാണ് കൊടുത്തേക്കണത്. നിനക്ക് എവിടെ ഡൗട്ട് എവിടെ വന്നത്? പറഞ്ഞുതരാം. പി എം ഇപ്പൊ പി എം കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെയും പി എം കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പി എം കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് നോക്കിക്കേ. എംഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, എം തൊട്ട് ഓ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അത് ഇൻസിഡന്റ് റേ, നമ്മൾ ഇൻസിഡന്റ് റേ മെഷർ ചെയ്യുമ്പോൾ ഇൻസിഡന്റ് റേ ഇവിടെ നിന്നായിരിക്കില്ലേ പോകുന്നത്. ഒബ്ജക്റ്റ് ഇവിടെ ആണെങ്കിൽ ഇൻസിഡന്റ് റേ ഈ സൈഡിൽ നിന്നല്ലേ പോകുന്നത്. പക്ഷെ നമ്മൾ മെഷർ ചെയ്യുന്ന അഗൈൻസ്റ്റ് ഇൻസിഡന്റ് റേ ആണ്. അപ്പൊ അത് എന്തായിട്ട് വരും? നെഗറ്റീവ്. പ്ലസ് എം സി എന്ന് പറയുന്നത് നോക്കിക്കേ, കർവേച്ചറും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6. അത് ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു. പിന്നെ ഇവിടെ പിന്നെ അതുപോലെ എം സി അത് തന്നെ ആ ഒരു ഇമേജ് ഡിസ്റ്റൻസ്. എം ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് നമ്മൾ വി ആയിട്ട് എടുത്തു. അങ്ങനെ സോൾവ് ചെയ്തു. അത് നോക്കിക്കഴിഞ്ഞാ മനസ്സിലായാ? കിട്ടിയാ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അടുത്തത് റിഫ്രാക്ഷൻ ഫ്രം കോൺകേവ് സ്ഫെറിക്കൽ സർഫസ്.
ഓക്കെ, അടുത്തത് റിഫ്രാക്ഷൻ ഫ്രം കോൺകേവ് സ്പെറിക്കൽ സർഫസ്. വരച്ചു തുടങ്ങിയ ഞാൻ പറയണ പോലെ വരച്ചാൽ മതി. ഫസ്റ്റ് തന്നെ ഒരു കോൺകേവ് സർഫസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു കോൺകേവ് സർഫസ് കൺസിഡർ ചെയ്ത് പ്രിൻസിപ്പൽ ആക്സിസ് വരച്ച്. ഓക്കെ, ഇതിന്റെ ഇവിടെ നമ്മൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് ഒബ്ജക്റ്റ് വെച്ച് അതാണ് ഇവിടെ വെച്ചേക്കുന്നത്. ആ പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് അതിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് പോയി ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, ഇൻസിഡന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് റെയറർ ടു ഡെൻസർ ആണെങ്കിൽ, ഇത് റെയറർ ടു ഡെൻസർ ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പൊ നമുക്ക് നോർമൽ വരക്കണം. ഇനി നോർമൽ എന്ന് പറയുമ്പോൾ കോൺകേവ് ആകുമ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എവിടെ വരും? ഇവിടെ വരും അല്ലെ? അപ്പൊ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി എന്ത് പാസ് ചെയ്തു? നോർമൽ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു നോർമൽ വെച്ചേ. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു നോർമൽ വരച്ച്. ഓക്കെ, അപ്പൊ നോർമൽ വരച്ച് ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. നോർമലിന്റെ ടുവേർഡ്സ് ഇത് ബെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ, ഈ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. അപ്പൊ ഈ ആംഗിൾ ഐ ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? ആറായിട്ട് എടുത്ത ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറായിട്ട് എടുത്തു. ഓക്കെ, ഇനി ഇത് ബെൻഡ് ചെയ്യുന്നത് ടുവേർഡ്സ് നോർമൽ ആയതുകൊണ്ട് ഈ പാത്തിൽ പോകുന്നു. ഇനി ഇത് ആക്ച്വലി ഇത് ബെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും പോകുന്നത്? ഈ ഡയറക്ഷനിലായിരിക്കും ഈ റേ പോകുന്നത്. അതാണ് ഈ വരച്ചേക്കുന്ന ഡോട്ടഡ് ലൈൻ. ഓക്കെ, ഇനി ഇതിന്റെ ഇമേജ്, ഈ ഒരു കേസിൽ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ, അതായത് ഒബ്ജക്റ്റിന്റെയും സെന്റർ ഓഫ് കർവേച്ചറിന്റെയും സെന്ററിലായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന ഐ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കൂടിയായിരിക്കും, ഈ ഒരു ഇവിടെ ആയിരിക്കും, ഈ ഒരു പോയിന്റിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോ ഇതാണ് നോർമൽ. മറന്നു പോരുതേ, മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇതാണ് നോർമൽ, ഇതാണ് ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ, അതായത് ഈ ടോട്ടൽ ആംഗിൾ ആണ് ഞാൻ എന്തായിട്ട് എടുത്തേക്കണത്? ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് എന്തായിട്ട് എടുത്തേക്കണത്? ഐ ആയിട്ട് എടുത്തേക്കണത്. ഓക്കെ, ഇനി ഈ ഒരു ഇത് നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് എന്തായിട്ട് എടുത്തേക്കണത്? ആറായിട്ട് എടുത്തേക്കണത്. അങ്ങനെയാണെങ്കിൽ ഇത് ആറാണെങ്കിൽ ഈ ഒരു ചെറിയ ആംഗിൾ എന്തായിരിക്കും? 6 തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ മനസ്സിലാക്കണം, ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ നമ്മൾ എന്തായിട്ടാണ് എടുത്തേക്കുന്നത്? ഐ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ആ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഐ ആണ്. പക്ഷെ ഇത് 6 ആയതുകൊണ്ട് ഈ ഒരു ചെറിയ പോർഷൻ എന്താണ്? 6 ആണ്. ഓക്കെ, മനസ്സിലാക്കി വരക്കണം കേട്ടോ. ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഐ ആണ്. ഇത് 6 ആയതുകൊണ്ട് ഈ ചെറിയ പോർഷൻ എന്താണ്? 6 ആണ്. ഓക്കെ, മനസ്സിലാക്കി വരച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുക. ശ്രദ്ധിച്ച് വരച്ചു ഇപ്പൊ തന്നെ, അല്ലെങ്കിൽ എക്സാമിന് ഇത് ബൈഹാർട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. കുറെ ഡയഗ്രാം ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. എല്ലാം ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങും എത്താൻ പോണില്ല. വേഗം വരച്ചോ. കിട്ടിയ ആശയൊക്കെ കിട്ടിയാ? മനസ്സിലായ? ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ കൊടുക്കാം. ഇൻസിഡന്റ് റേയും ഈ പ്രിൻസിപ്പൽ ആക്സിസും തമ്മിലുള്ള ആംഗിൾ ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ. ഓക്കെ, ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും ഇതില്? ഫസ്റ്റ് സ്റ്റെപ്പ് മറ്റേതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ആകെ മറ്റേ കോൺവെക്സ് സർഫസ് എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു ഡയഗ്രാം. ആ ഡയഗ്രത്തിന് വരുന്ന ചേഞ്ച് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെ. ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സ്നെൽസ് ലോ. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n2 by n1.
sin I is approximately equal to I. Sin R is approximately equal to R. അപ്പൊ എങ്ങനെ എഴുതാം? I by R equal to N2 by N1. ഓക്കെ, അപ്പൊ I into N1 equal to R into N2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അതുപോലെ തന്നെ സെയിം എഴുതി. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടേ? സെയിം സ്റ്റെപ്പ് തന്നെ ഐയുടെ വാല്യൂവും വേണം, ആറിന്റെ വാല്യൂവും വേണം. ഐയും ആറും കണ്ടുപിടിക്കണം. ഓക്കെ, ഐയും ആറും കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ നോക്കണേ. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് കൺസിഡർ ട്രയാങ്കിൾ ഒ സി എ. കൺസിഡർ ട്രയാങ്കിൾ ഒ സി എ. ഒ സി എ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഒ സി എ. അപ്പൊ ഈ നടുക്കുള്ള ഒന്നും നോക്കണ്ട, ഈ ബീറ്റ ആർ അതൊന്നും നോക്കണ്ട, ശ്രദ്ധിക്കണേ. ബീറ്റയോ ആറും ഒന്നും നോക്കണ്ട, ആകെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ട്രയാങ്കിൾ ഒ സി ബി. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ട്രയാങ്കിൾ ഒ സി എ. ഒ സി എ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ആൽഫ, ഇത് ഐ, ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഗാമ. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് വരച്ചേക്കുന്നത് മനസ്സിലായി. ഈ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്തേക്കുന്നത് ഒ സി എ. നോക്കിക്കേ, ആൽഫ ആംഗിൾ ഐ, ഇവിടുത്തെ ആർ. അപ്പൊ ഇവിടുത്തെ നോക്കിക്കേ എക്സ്റ്റീരിയർ ആംഗിൾ ആർ അല്ല, സോറി, എക്സ്റ്റീരിയർ ആംഗിൾ ഗാമ. ഗാമ ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ്റ്റീരിയർ ആംഗിൾ ഗാമ ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞ എഴുതാം? സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ. എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ഐ. ഓക്കെ, ഇനി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ ഐ സി എ. ഐ സി എ. ഐ സി എ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ നോക്കിക്കേ, ആ ചെറിയ ട്രയാങ്കിൾ കേട്ടാ. ഐ സി എ എന്ന് പറയുന്ന ആ ചെറിയ ട്രയാങ്കിൾ നോക്കിക്കേ, അതിൽ നമുക്ക് എഴുതാല്ല ഗാമ ഈക്വൽ ടു ബീറ്റ പ്ലസ് ആർ എന്ന് എഴുതാല്ല. ഗാമ ഈക്വൽ ടു ബീറ്റ പ്ലസ് ആർ. ഓക്കെ, അതിന് നമുക്ക് ആർ ഈക്വൽ ടു ഗാമ മൈനസ് ബീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ 1 ആൽഫയുടെ ഗാമയുടെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇവിടെ നോക്കിക്കേ, ഐയുടെ വാല്യൂ എവിടെ ഇരിക്കും? ഇപ്പൊ ഗാമ ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ. അതിൽ നിന്ന് നമുക്ക് ഐയുടെ വാല്യൂ എങ്ങനെ എഴുതാം? ഐ ഈക്വൽ ടു ഗാമ മൈനസ് ആൽഫ. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. ഐയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഗാമ മൈനസ് ആൽഫ ഇൻറ്റു N1 ഈക്വൽ ടു, ഇവിടെ ആറിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? ഗാമ മൈനസ് ബീറ്റ ഇൻറ്റു N2. ഓക്കെ, ഇനി എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കോ. N1 ഗാമ മൈനസ് N1 ആൽഫ ഈക്വൽ ടു N2 ഗാമ മൈനസ് N2 ബീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഈ ടേംസിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. N2 ഗാമ മൈനസ് N1 ഗാമ ഈക്വൽ ടു N2 ബീറ്റ മൈനസ് N1 ആൽഫ ഈക്വൽ ടു N2 ഗാമ N2 മൈനസ് N1. ഓക്കെ, ഗാമ കോമൺ ആയിട്ട് എടുത്ത് ഇവിടെ നിന്നും ഗാമ കോമൺ ആയിട്ട് എടുത്ത് ബാക്കി ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി അടുത്ത എന്ത് സ്റ്റെപ്പ് ആയിരിക്കും വരുന്ന? മറ്റേതുപോലെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. സെയിം തന്നെ, വേറെ സ്റ്റെപ്പിന് വ്യത്യാസമൊന്നുമില്ല, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉള്ളൂ. ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ബീറ്റ, ടാൻ ബീറ്റ കൺസിഡർ ചെയ്യുക, ടാൻ ആൽഫ കൺസിഡർ ചെയ്യുക, ടാൻ ഗാമ കൺസിഡർ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെങ്കിൽ നമ്മുടെ ആൻസർ ആയി. ഗൗരി ക്യാമറ ഓൺ ചെയ്തേ. ലെഫ്റ്റ് ആയി പോയായിരുന്ന? അതാ ഞാൻ പറഞ്ഞ ലെഫ്റ്റ് ആയി പോയായിരുന്നു, അതാ എന്നെക്കൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു, ശ്രദ്ധിച്ചില്ല. ഓക്കെ, ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ?
കാണാൻ പറ്റുന്നുണ്ടോ? സെയിം സ്റ്റെപ്പ് തന്നെ നേരത്തെ ചെയ്തില്ലേ, കോൺവെക്സ് സ്ഫെറിക്കൽ സർഫസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ്, വ്യത്യാസം ഒന്നുമില്ല, ജസ്റ്റ് ആ ഡയഗ്രത്തിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. നോക്കിക്കേ, അതിൽ എഴുതിയേക്കണം നോക്കിക്കേ, എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. മറ്റേത് എഴുതിയായിരുന്ന കോൺവെക്സ് സ്ഫെറിക്കൽ സർഫസ് എഴുതിയായിരുന്ന? കാണുന്നില്ലേ ബോർഡ്? ബ്ലറാണോ? ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ കാണാവോ? നോക്ക്, കാണാൻ പറ്റുന്നുണ്ടോ? ചെയ്തോട്ടെ, കണ്ടിന്യൂ ചെയ്തു. ചെയ്ത ഫൈനൽ ഇക്വേഷൻ മറ്റേ ഇക്വേഷൻ പോലത്തെ സെയിം ഇക്വേഷൻ കിട്ടും. എത്തിക്കാൻ പറ്റുമോ നോക്കി അതിലേക്ക്. ഓക്കെ, ടാൻ ആൽഫ ഈക്വൽ ടു, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണേ, ഒ പി എ എന്ന് ടാൻ ആൽഫ എഴുതാം. ടാൻ ആൽഫ ഈക്വൽ ടു എ പി ബൈ പി ഒ. ഇനി ഇൻ ട്രയാങ്കിൾ ഐ പി എ ഈക്വൽ ടു ടാൻ ബീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ പി ബൈ പി ഐ. ട്രയാങ്കിൾ ഗാമ കൺസിഡർ ചെയ്യാനായിട്ട് സി പി എ ടാൻ ഗാമ ഈക്വൽ ടു പി എ ബൈ പി സി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും? ആൽഫ ഈക്വൽ ടു എ പി ബൈ പി ഒ, ബീറ്റ ഈക്വൽ ടു എ പി ബൈ പി ഐ, ഗാമ ഈക്വൽ ടു പി എ ബൈ പി സി. ഓക്കെ, ഇക്വേഷൻ നമ്പർ കൊടുത്തു പോയിക്കോട്ടോ. ഇക്വേഷൻ നമ്പർ 2 വേണ്ട, 3, 4, 5. Substituting 3, 4, 5 in equation 2. Substituting equation 3, 4, 5 in equation 2. Okay, substitute ചെയ്തേ. ബീറ്റയുടെ വാല്യൂ എത്ര തന്നേക്കുന്ന? എ പി ബൈ പി ഐ ഇൻറ്റു ബീറ്റ, ഇൻറ്റു N2 മൈനസ് ആൽഫ. ആൽഫയുടെ വാല്യൂ എന്താ തന്നേക്കുന്ന? എ പി ബൈ പി ഒ ഇൻറ്റു N1 ഈക്വൽ ടു ഗാമയുടെ വാല്യൂ എന്താ തന്നേക്കുന്നത്? പി എ ബൈ പി സി ഇൻറ്റു N2 മൈനസ് N1. ഓക്കെ, എ പി തന്നെ കൊടുത്താൽ മതി. ഓക്കെ, എ പി എല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് N2 ബൈ പി ഐ മൈനസ് N1 ബൈ പി ഒ ഈക്വൽ ടു N2 മൈനസ് N1 ബൈ പി സി. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കേ. പി ഐ എന്ന് പറയുന്നത് എന്താ? P2i. പി ഐ എന്ന് പറഞ്ഞാൽ എന്താ? വി ആയിരിക്കോ മൈനസ് വി ആയിരിക്കോ? മൈനസ് വി. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? N2 ബൈ മൈനസ് വി. അപ്പൊ മൈനസ് N2 ബൈ വി. ഇനി അടുത്തത് പി ഒ എന്ന് പറയുന്നത് എന്താ? പി ഒ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് മൈനസ് യു. N1 ബൈ യു ഈക്വൽ ടു N2 മൈനസ് N1 ബൈ പി സി എന്താ? ആർ, മൈനസ് ആർ. ഓക്കെ, നമുക്ക് മൈനസ് എല്ലാം കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കിയുള്ളത് N2 ബൈ വി മൈനസ് N1 ബൈ യു ഈക്വൽ ടു മൈനസ് N2 ബൈ N1 ബൈ ആർ. മൈനസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് N2 ബൈ വി മൈനസ് N1 ബൈ യു ഈക്വൽ ടു
ഗൗരി ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ പറയണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏതാണ്? ഇല്ല, അതിന് മൈനസ് ഔട്ട് സൈഡ് എടുക്കാൻ വേണ്ടി മൈനസ് മൈനസ് പ്ലസ് ആക്കാതിരുന്നത്. അപ്പൊ അതിന്റെ മൈനസ് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയല്ല. ദേവക്ക് കിട്ടിയാ? എഴുതുന്നുണ്ടോ? ഇതിലെല്ലാം നോക്കല്ലേ, എഴുതുന്നുണ്ടോ? പ്ലസ് ആക്കണ്ട. പ്ലസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് മൈനസ് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റില്ല. വെട്ടാനുള്ള മടിയാ. ആണോ? ഇവിടെ ഒന്നും ഇരിക്കുന്നില്ല, ഞാൻ എടുത്തു തരാം. എന്തേ കിട്ടിയാ? ആന് കിട്ടുന്നുണ്ടോ? തൻവിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വേഗം നോക്കിക്കേ, അത് രണ്ടും വേഗം നോക്കിക്കേ. അടുത്ത ക്ലാസ്സിൽ ഇത് രണ്ടും എഴുതണേ. വരുമ്പോ തന്നെ എഴുതണം കേട്ടോ. ഏതാണ്? ആ, അവിടെ നിന്നിട്ട് പറയാം. ബുക്ക് എവിടെ എത്തി? ഇത് കാട്ടി. N2 PI എന്ന് പറയുന്നത് എന്താ നോക്കിയേ. PI എന്ന് പറയുന്നത് P2I. P2I എന്ന് പറയുന്നത് ഇമേജ് അല്ലേ? അപ്പൊ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് V. അപ്പൊ നമ്മൾ V ആയിട്ട് എടുത്തു. പക്ഷെ ഇവിടെ മൈനസ് എടുത്തിട്ടുണ്ട്. അതെന്താ മൈനസ് എടുക്കാൻ കാര്യം? ഇവിടെ നോക്കിക്കേ, ഇപ്പുറത്തെ കേസിൽ P2I എന്ന് പറയുന്നത് ഇൻസിഡന്റുടെ അതേ ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇൻസിഡന്റുടെ എപ്പോഴും നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന പോളിൽ നിന്ന് ഇങ്ങോട്ടല്ലേ മെഷർമെന്റ് എടുക്കുള്ളൂ. ഒബ്ജക്റ്റ് ഇവിടെ നിന്നുകൊണ്ട് ഇൻസിഡന്റ് ഈ ഡയറക്ഷനിലായിരിക്കും പോണത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ എഗൈൻസ്റ്റ് അല്ലേ? മനസ്സിലായ? പോളിൽ നിന്നായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇൻസിഡന്റ് ഒബ്ജക്റ്റ് ഇവിടെ ആയതുകൊണ്ട് ഇൻസിഡന്റ് അങ്ങോട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മൾ മെഷർ ചെയ്യുന്നത് പോളിൽ നിന്നായിരിക്കും എപ്പോഴും മെഷർമെന്റ് എടുക്കുന്നത്. പോളിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഇത് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പൊ മൈനസ് V. ഇനി അടുത്തത് N1/PO. PO എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒബ്ജക്റ്റ് അവിടെ ഇരിക്കണം. ഇതാണ് ഒബ്ജക്റ്റ്. അതൊന്ന് മനസ്സിലാക്കണേ. I എന്ന് പറഞ്ഞ ഇമേജ്, O എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്. ഇവിടെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു വലിയ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ഇങ്ങനെ വരച്ച് കളിക്കുന്നത്. ഇതൊരു പോയിന്റ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U, ഇമേജ് ഡിസ്റ്റൻസ് V. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കിയാൽ P2OO എന്താ ഒബ്ജക്റ്റ്. അപ്പൊ എങ്ങനെ വന്നു? അവിടെയും മൈനസ് വന്നു. അതും ഈ ഡയറക്ഷനിലായതുകൊണ്ടാണ് മൈനസ് വന്നത്. ഇനി അടുത്തത് N2 PC. N2 - N1/PC. PC എന്ന് പറഞ്ഞാൽ എന്താ? പോൾ ടു കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാം നമുക്ക്? 6. അതും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് മൈനസ് എടുത്തത്. ഈ മൈനസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അത് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തത്. കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തപ്പോഴത്തേക്കും ക്യാൻസൽ ചെയ്തു. കിട്ടിയോ?
കഴിഞ്ഞത് ഏതാണ് ഏതില് മറ്റേ ചാപ്റ്റർ മൂവിങ് കോയിൽ കാൻവലോമീറ്റർ അതായിരുന്നു മൂവിങ് ചാർജസിലായിരുന്നു മൂവിങ് കോയിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരുമോ കൊണ്ടുവന്നിട്ടുണ്ടോ നീ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കൊണ്ടുപോവാ ചാപ്റ്റർ മൂവിങ് കോയിൽ നീ കൊണ്ടുപോ സൺഡേ ഞാൻ വെക്കട്ടെ എല്ലാ സൺഡേയും വെക്കാനുള്ള ഇടക്ക് ഓണം കഴിഞ്ഞിട്ട് എല്ലാ സൺഡേ വെക്കട്ടെ ഒരു ക്ലാസ് ന്യൂമറിക്കൽ ചെയ്യണ്ടേ ചെയ്യിപ്പിക്കുക അതാ പറഞ്ഞു വരുമോ നീ ഇരുന്ന് ഞാൻ നിനക്ക് തിയറിയൊക്കെ ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല തിയറിയൊക്കെ നിനക്ക് ഓൾമോസ്റ്റ് അറിയാം കുറച്ച് ഇവിടെ ചെയ്യിപ്പിച്ച ന്യൂമറിക്കൽസ് തന്നെ കുറച്ച് ഡൗട്ട് ഉള്ളതൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്യാം ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊണ്ടുപോകും ഓണം കഴിഞ്ഞിട്ട് വരുന്ന സൺഡേ അന്തുന് കിട്ടിയത് മനസ്സിലായോ കൃത്തിക്ക് ദേവ അപ്പൊ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുവേ അടുത്ത ക്ലാസ്സിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എഴുതിക്കുകയും ചെയ്യും ബോർഡിലായിരിക്കും ഞാൻ എഴുതിപ്പിക്കാൻ പോണത് ഒരാളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് തരാം ആരായിപ്പോ ചോദിച്ചത് ചിലപ്പോ ഞാൻ നിന്നെയായിരിക്കും വിളിക്കണെങ്കിലാ ആന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സാധിച്ചു തന്നിരിക്കും ഒരെണ്ണം ആനിന് നമുക്കൊരു ആനിന് കോൺവെക്സും കൊടുക്കാം വേറൊരാൾക്ക് നമുക്ക് കോൺഗീവും കൊടുക്കാം അയ്യോ രണ്ടും ഗേൾസിന് കൊടുക്കണ്ടല്ലോ അപ്പൊ ഇവിടെ ബോയ്സിന് സങ്കടം ആവില്ലേ കൃതിക്ക് ചോദിച്ചില്ലല്ലോ ഞാൻ തരും ഓക്കെ അടുത്ത ടോപ്പിക്കാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുണ്ട് ഇത് ചോദിക്കും എപ്പോഴും ചോദിക്കും ഓക്കെ എഴുതി തന്നെ പഠിക്കണം അപ്പൊ ഒരു കാര്യം ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഇത് ഒരാൾക്ക് കൊടുക്കാം 3 പേർക്ക് നമുക്ക് നോക്കാം അത് ഗൗരിയുള്ളു അവൻ വന്നോളും പാവം കൊച്ച് ഗൗരി അടുത്ത ക്ലാസ്സിൽ വന്നോട്ടാ ബോർഡിൽ എഴുതിക്കുവേ ഗൗരി ഉണ്ടാ അവനുണ്ട് ഇവിടെ അവനുണ്ട് മിണ്ടുന്നില്ല ഓക്കെ അടുത്തത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഓക്കെ ശ്രദ്ധിച്ചേ ഈ ഡയഗ്രാം അങ്ങനെ തന്നെ കാണാതെ പഠിക്കണം ഓക്കെ
ഇതിൽ പറയുന്ന കൺസെപ്റ്റും പെട്ടെന്ന് കത്തില്ല, അതും കാണാതെ തന്നെ പഠിച്ചു പോകണം. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാവണ കൺസെപ്റ്റ് അല്ല. ഓക്കെ, എന്നാലും ഞാൻ മാക്സിമം സിമ്പിൾ ആക്കി പറയാം. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമ്മൾ ഈ ഒരു ഡയഗ്രാം കണ്ട, ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ പോകുന്നു, ഇൻസിഡന്റ് ചെയ്യുന്നു, ഇവിടെ ഇമേജ് കിട്ടുന്നു. അത്ര സിമ്പിൾ ആയിട്ട് ഡയഗ്രാം സിമ്പിൾ ആണ്. ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് പോകുന്നു. ഇത് എയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ രണ്ട് സർഫസിലുള്ള മീഡിയം എയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ലെൻസിന്റെ ഉള്ളിൽ വേറെ ഒരു മീഡിയം ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ നോർമലി റേ ഓഫ് ലൈറ്റ് പോകുന്നു, റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണെങ്കിൽ ബെൻഡ് ചെയ്യുന്നു, ഒരു ഇമേജ് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഓക്കെ, പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു ഐ ഡാഷ് കൂടി വന്നിട്ടുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എക്സ്ട്രാ ഒരു ടേം വന്നിട്ടുണ്ട്, ഐ ഡാഷ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി പറയുന്ന രണ്ട് കേസും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കിട്ടും. ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഇപ്പോ ശ്രദ്ധിക്കണേ, ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഈ ലെൻസ് എന്ന് പറയുന്നത് ഇതിന് രണ്ട് സർഫസ് ഇല്ലേ, നോക്കിക്കേ, ഇവിടെ ഒരു സ്ഫെറിക്കൽ സർഫസ്, ഇവിടെ ഒരു സ്ഫെറിക്കൽ സർഫസ്. ഫസ്റ്റ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ഫെറിക്കൽ സർഫസ് ഉള്ളതായിട്ട് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഈ സർഫസ് മാത്രമേ നമുക്കുള്ളൂ. ഇതണ്ട, ഈ സർഫസ് മാത്രമേ നമുക്ക് ഉള്ളെന്ന് വിചാരിക്കുക, ഇതിവിടെ ഇല്ല. ഓക്കെ, അപ്പോ റേ ഓഫ് ലൈറ്റ് വരുന്നത് ഫസ്റ്റ് മീഡിയം ടു സെക്കൻഡ് മീഡിയം, ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്ക് പോകുന്നു. ഓക്കെ, ഇമേജ് നമുക്ക് കിട്ടാൻ പോകുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഇവിടെ തന്നെ, ഇത് മാത്രമല്ല, ടൈപ്പ് ചിന്തിക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഇല്ല, ഒരു സർഫസ് മാത്രമേ ഉള്ള രീതിയിൽ ചിന്തിക്കുക. റേ ഓഫ് ലൈറ്റ് ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്ക് പോകുന്നു. ദെൻ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഇത് തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇമേജ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഐ ഡാഷിലായിരിക്കും. ഓക്കെ, ഇമേജ് കിട്ടാൻ പോകുന്നത് ഒബ്ജക്റ്റ് അവിടെ തന്നെ ഓയിൽ തന്നെ, അതായത് ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഓ ആൻഡ് ഇമേജ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇമേജ് ഈസ് അറ്റ് ഐ ഡാഷ്. ഓക്കെ, ശ്രദ്ധിച്ചേ, ഫസ്റ്റ് കേസ് കിട്ടിയ ഒബ്ജക്റ്റ് ഇവിടെ തന്നെയാണ്, പക്ഷെ നമുക്ക് ഇമേജ് കിട്ടുന്നത് ഐ ഡാഷിലാണ്. അപ്പൊ നോക്കിക്കേ, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താ, യു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു തന്നെയാണ്. ഇനി ഇമേജ് ഡിസ്റ്റൻസ്, ഇമേജ് നമുക്ക് കിട്ടിയത് ദേവ പറയണേ, ആലോചിച്ച് പറയണം കേട്ടാ. ഇമേജ് നമുക്ക് കിട്ടിയത് ഐ ഡാഷിലാണ്. പി തൊട്ട് ഐ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ വി ആയിട്ട് എടുക്കാറ്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐ ഡാഷ് ആണ്. അപ്പൊ പി തൊട്ട് ഐ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ, എന്തായിട്ട് എടുക്കാം, ഇത് വി ആണെങ്കിൽ ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം, പി തൊട്ട് ഐ ഡാഷ് ഐ ഡാഷ് വരെയുള്ളത് വി ഡാഷ്. ഓക്കെ, അപ്പൊ നമുക്ക് വി ഡാഷ് ആയിട്ട് എടുക്കാം. കിട്ടിയ. ഇനി സെക്കൻഡ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്ത് ഈ സർഫസ് മാത്രം ഉണ്ടെന്നാ വിചാരിച്ചത്. ഈ നമ്മൾ സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഇപ്പൊ ഞാൻ വരച്ച ഈ സർഫസ്, ഇത് മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സർഫസ് മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ റേ ഓഫ് ലൈറ്റ് പോകുന്നത് സെക്കൻഡ് മീഡിയത്തിൽ നിന്ന് ഫസ്റ്റ് മീഡിയത്തിലേക്കായിരിക്കും. ഫസ്റ്റ് കേസിൽ ഇത് മാത്രം കൺസിഡർ ചെയ്തു, റേ ഓഫ് ലൈറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം N1 to N2. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ റേ ഓഫ് ലൈറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം N2 to N1. അപ്പോൾ സെക്കൻഡ് കേസിൽ N2വിൽ നിന്ന് N1ലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കാൻ പോകുന്നത് നോക്കണേ, ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഐ ഡാഷിലായിരിക്കും. നേരത്തെ എവിടെയാണോ നമുക്ക് ഇമേജ് കിട്ടിയത് അവിടെ ആയിരിക്കും സെക്കൻഡ് കേസിൽ എന്തിരിക്കുന്നത്, ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഐ ഡാഷ് ആൻഡ് ഇമേജ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇമേജ് ഈസ് അറ്റ് ഐ. ഇമേജ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഐയിലാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഐ ഡാഷ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഏതായിരിക്കും, വി ഡാഷ്. ഐ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഏതായിരിക്കും, വി. ഈ രണ്ട് കേസും മനസ്സിലായ? ഓക്കെ, ഒരു ലെൻസ് കൺസിഡർ ചെയ്തു, ഇൻസിഡന്റ് റേ പോകുന്നു N1 to N2, അത് നമുക്കിവിടെ ഒരു ഇമേജ് കിട്ടുന്നു, ഒരു ഐ ഡാഷും കൂടി ഉണ്ട്. രണ്ട് കേസ്, ഈ രണ്ട് കേസും മനസ്സിലുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കണ്ടീഷൻ, ഈ ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒബ്ജക്റ്റ് ഈ പൊസിഷനിൽ ഇരിക്കുന്നു, അതായത് P2O എന്ന് പറയുന്ന യു, ആ ഒരു ഡിസ്റ്റൻസിലാണ് ഇമേജ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇമേജ് കിട്ടുന്നത് ഐ ഡാഷ് എന്ന് പറയുമ്പോൾ P2 ഐ ഡാഷ് ഡിസ്റ്റൻസ് വി ഡാഷ് ആയിട്ട് എടുത്തു. സെക്കൻഡ് കേസിൽ എന്താ സംഭവിച്ചേ, ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു സർഫസ് മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. അപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് നേരത്തെ നമുക്ക് എവിടെയാണോ ഇമേജ് കിട്ടിയത് അവിടെ ആയിരിക്കും എന്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, ഇമേജ് കിട്ടുന്നത് ഐ. ഇനി വരച്ചായിരുന്നോ, വരച്ചു, എന്നിട്ട് ബാക്കി എഴുതായി.
ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചതാണ് കേട്ടോ. മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചാൽ മതി. ആ കൺസെപ്റ്റ് ഒന്ന് കിട്ടിയിരിക്കണം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല വരുമ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഒന്ന് മനസ്സിലാലോചിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ജസ്റ്റ് കൺസിഡർ ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ നിന്നാണ് അത് ആ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. റേ വരുന്നത് സെക്കൻഡ് മീഡിയത്തിൽ നിന്ന് ഫസ്റ്റ് മീഡിയത്തിലേക്കാണ്. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ആ ഒരു രീതിയിൽ ഒന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ നിന്നാണ് റേ വരുന്നത്. നമുക്ക് ഈ മീഡിയം കൺസിഡർ ചെയ്യാൻ വേണ്ടിയല്ല, ജസ്റ്റ് നമുക്ക് ആ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ മനസ്സിലാവാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി, കണ്ടീഷൻ രണ്ട് മനസ്സിലായല്ല. ഇനി അടുത്ത സ്റ്റെപ്പ് അപ്ലൈങ് CSA, അതായത് കോൺവെക്സ് ഓർ കോൺകേവ് സ്ഫെറിക്കൽ സർഫസ് ഫോർമുല. ഓക്കെ, ഫോർമുല അപ്ലൈ ചെയ്യണം. ഫോർമുല ഏതാന്ന് ഓർമ്മയുണ്ട? കോൺവെക്സ് സ്ഫെറിക്കൽ ഫോർമുല ഓർ കോൺകേവ് സ്ഫെറിക്കൽ സർഫസ് ഫോർമുല ഓർമ്മയുണ്ട? ഇല്ല. ഇപ്പൊ ചെയ്ത എന്താ? കുറച്ചു മുമ്പ് 2 പേജ് ഡെറിവേഷൻ ചെയ്ത് വെച്ച എന്താ? ഓക്കെ, ഫസ്റ്റ്, അതായത് ഫസ്റ്റ് സർഫസിന്റെ കണ്ടീഷൻ മനസ്സിലായില്ലേ? ഇവിടെ നമ്മള് അപ്ലൈങ് ഉടനെ ഇല്ലെന്ന് പറയണേ. എന്റെ ദേവ, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയ. അപ്ലൈങ് മനസ്സിലായില്ല? ഓക്കെ, അപ്ലൈങ് കോൺവെക്സ് സ്ഫെറിക്കൽ സർഫസ് ഫോർമുല. സ്ഫെറിക്കൽ, കോൺവെക്സ് ഓർ കോൺകേവ് രണ്ട് സെയിം ആണല്ലോ. കോൺവെക്സ് സ്ഫെറിക്കൽ സർഫസ് ഫോർമുല ഫസ്റ്റ് സർഫസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ആ ഫോർമുല നമ്മൾ എന്താ പഠിച്ചെങ്കിൽ ശ്രദ്ധിക്കണേ. ഇതുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഫോർമുല എന്താ പഠിച്ച? N2/V മൈനസ് N1/U ഈക്വൽ ടു N2 മൈനസ് N1/R. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ ഇനി എവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഈ ഫസ്റ്റ് സർഫസിന്റെ കണ്ടീഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സർഫസിന്റെ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞത് N1ൽ നിന്ന് N2ലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഈ കോൺവെക്സ് സ്ഫെറിക്കൽ സർഫസ് ഫോർമുലയിൽ നമ്മൾ ഉപയോഗിച്ച അതേ കണ്ടീഷൻ തന്നെയല്ലേ? N1ൽ നിന്ന് റേ ഓഫ് ലൈറ്റ് N2ലേക്ക് പോകുന്നു. അത് തന്നെയല്ലേ നമ്മൾ ഉപയോഗിച്ചത് അവിടെ. അതുകൊണ്ട് ഇതിനെന്തായാലും മാറ്റം ഉണ്ടാവും. N2ന്റെ പ്ലേസിൽ എന്ത് തന്നെയായിരിക്കും വരുന്നത്? N2 തന്നെ ആയിരിക്കും വരുന്നത്. ഇനി വിയുടെ പ്ലേസിൽ അവിടെ എന്തായിരിക്കും വരുന്നത്? വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വി എന്താ? ഈ ഇക്വേഷനിലെ വി എന്താ? ഇമേജ് ഡിസ്റ്റൻസ് അല്ലെ? അപ്പോ ഇവിടെ ഇമേജ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എവിടെ? ഇമേജ് ഈസ് അറ്റ് I ഡാഷ്. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് എന്താവും? V ഡാഷ്. ഓക്കെ, ഇനി മൈനസ് N1 അതുപോലെ തന്നെ N1. ഇനി U, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. U എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷനിൽ ഒബ്ജക്റ്റ് എവിടെയായിട്ടാ കിട്ടിയത്? അതായത് ഏത് സ്ഥലത്ത് തന്നെ? യുയിൽ തന്നെ. അപ്പൊ നമുക്ക് U തന്നെ എഴുതാം. ഈക്വൽ ടു N2 മൈനസ് N1 ഇതിന് ഞാൻ R1 എന്ന് കൊടുക്കണേ. R1 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സർഫസ്. രണ്ട് സർഫസ് ആയിട്ടില്ല നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ R1 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സർഫസ്. ഓക്കെ, ദിസ് ഈസ് ടേക്കൻ ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് അപ്ലൈങ് കോൺവെക്സ് സ്ഫെറിക്കൽ സർഫസ് ഫോർമുല ഓൺ സെക്കൻഡ് സർഫസ്. സെക്കൻഡ് സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്യണേ. സെക്കൻഡ് സർഫസിൽ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. സെക്കൻഡ് സർഫസിൽ റേ ഓഫ് ലൈറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം N2 ടു N1 ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ സാധാരണ നമ്മൾ പഠിച്ച ഫോർമുലയിൽ N1 ടു N2 ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ ഇപ്പൊ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചത് N1 ടു N2 ആയിരുന്നു. ഫസ്റ്റ് കേസിലും N1 ടു N2 ആയിരുന്നു. അതുകൊണ്ട് ഈ N2 N1 നമ്മൾ എങ്ങനെ തന്നെ എഴുതി? സെയിം ആയിട്ട് അതുപോലെ തന്നെ എഴുതി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ N2 ടു N1 ആണ് പഠിക്കുന്നത്. ഓൾറെഡി ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ അനുസരിച്ച് N1ൽ നിന്ന് N2ലേക്ക് പോകുന്ന കേസാണ് ഇക്വേഷൻ. പക്ഷെ നമ്മുടെ സെക്കൻഡ് കേസിൽ എന്ന് പറയുമ്പോൾ റേ ഓഫ് ലൈറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം N2 ടു N1 ആണ്. അപ്പോ ഈ N2നും N1നും തമ്മിൽ മാറ്റം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഇക്വേഷൻ നമുക്ക് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് പറ്റും? N2 വന്ന സ്ഥലത്ത് എന്ത് വരും? N1 വരും. N1 വന്ന സ്ഥലത്ത് എന്ത് വരും? N2 വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഈ ഇക്വേഷന്? N1/V എന്ന് പറഞ്ഞാൽ എന്താ?
ഇമേജിന്റെ ഡിസ്റ്റൻസ് സെക്കൻഡ് കേസിൽ എവിടെയാ? ഐ എന്ന് പറയുമ്പോ ഏതാ? വി മൈനസ് n1ന്റെ പ്ലേസിൽ, ഇക്വേഷനിൽ n1ന്റെ പ്ലേസിൽ ഇവിടെ എന്ത് വരും? n2 ബൈ u എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റിന്റെ പൊസിഷൻ സെക്കൻഡ് കേസിൽ എന്താണ്? അഭിരാം എന്ന് പറഞ്ഞേ. അതായത് ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് കേസിൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഏതാ? ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഏതാ? ഐ ഡാഷ് എന്ന് പറയുമ്പോ അതിന്റെ ഡിസ്റ്റൻസ് ഏതായിരിക്കും? ഇവിടെ എഴുതേണ്ട എന്തായിരിക്കും? വി ഡാഷ് ഈക്വൽ ടു n2 മൈനസ് n1 ബൈ r2. ഏതാണ്? യു ഡാഷ് ആയിട്ട് ഇല്ല, നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ, ഒബ്ജക്റ്റ് വെച്ചേക്കുന്ന ഐ ഡാഷിലല്ലേ. ഐ ഡാഷ് എന്ന് പറയുമ്പോൾ P2 ഐ ഡാഷ് ഡിസ്റ്റൻസ് വി ഡാഷ് അല്ലേ? അത് തന്നെ. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒബ്ജക്റ്റ് ഫസ്റ്റ് കേസിൽ ഒബ്ജക്റ്റ് ഇരുന്ന് ഇവിടെ ആണെങ്കിൽ സെക്കൻഡ് കേസിൽ നമ്മൾ വെച്ചത് എവിടെയാ? ഫസ്റ്റ് കേസിൽ എവിടെയാണോ നമുക്ക് ഇമേജ് കിട്ടിയത് അവിടെയാണ് നമ്മൾ കൊണ്ടുവന്ന് സെക്കൻഡ് കേസിൽ ഒബ്ജക്റ്റ് വെച്ചേക്കണത്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് കേസിൽ എവിടെ നമുക്ക് ഒബ്ജക്റ്റ് വെച്ചത്? സാധാരണ വെക്കണ സ്ഥലത്താണ് വെച്ചത്. അപ്പൊ നമുക്ക് ഇമേജ് കിട്ടിയത് ഐ ഡാഷില്. സെക്കൻഡ് കേസ്, അതായത് ഇത് മാത്രം കൺസിഡർ ചെയ്തപ്പോ നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ചത് ഫസ്റ്റ് കേസിൽ ഇമേജ് കിട്ടിയത് ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ എന്ത് വെച്ചത്? ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ നമുക്ക് ഇമേജ് കിട്ടിയത് ഐയില്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് സർഫസിന്റെ ഫോർമുല കിട്ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ 1 ഉം 2 ആഡ് ചെയ്താൽ മതി. ആഡിങ് ഇക്വേഷൻ 1 ആൻഡ് 2. അപ്പൊ നമുക്ക് LHS രണ്ടും ഒരുമിച്ച് എഴുതാം. n2 ബൈ v ഡാഷ് മൈനസ് n1 ബൈ u പ്ലസ് n1 ബൈ v മൈനസ് n2 ബൈ v ഡാഷ് ഈക്വൽ ടു n2 മൈനസ് n1 ബൈ r1 പ്ലസ് n2 മൈനസ് n1 ബൈ r. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നാ? ഇവിടെ തിരിച്ചപ്പോ ഇവിടെ ഞാൻ തിരിച്ചെഴുതിയില്ല. ഓക്കെ, ഇവിടെ കറക്റ്റ് ചെയ്താ? ഇവിടെ നമ്മൾ പൊസിഷൻ മാറ്റി എഴുതിയില്ല. n1ന്റെ n2ന്റെയും ഇക്വേഷനിലെ പോലെ അല്ല. ഫസ്റ്റ് കേസിൽ n1 n2 ഇക്വേഷനിലെ പോലെ തന്നെ നമുക്ക് സെയിം എഴുതാം. പക്ഷെ സെക്കൻഡ് കേസിൽ ഇക്വേഷനേക്കാളും എന്താവും? n2ന്റെ പ്ലേസിൽ n1 വരും, n1ന്റെ പ്ലേസിൽ n2 വരും. ഓക്കെ, ഓക്കെ, ഇനി നോക്കിക്കേ, n2 v ഡാഷും ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് n1 ബൈ v മൈനസ് n1 ബൈ u ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, n2 മൈനസ് n1. ഇതിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പോണേ. ഇവിടെ n1 മൈനസ് n2 എന്നാണ്, ഇവിടെ n2 മൈനസ് n1 എന്നാ. അപ്പൊ ഇതിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പോണേ. n2 മൈനസ് n1 എന്ന് തന്നെ എടുത്ത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ പ്ലസ് ഉള്ളത് എന്തായി മാറും? ഇവിടെ ഞാൻ നേരെ തിരിച്ച്, ഇത് n2 മൈനസ് n1, ഇവിടെ n1 മൈനസ് n2. ഇതിനെ ഞാൻ n2 മൈനസ് n1 എന്നാക്കി, കോമൺ ആക്കി ഔട്ട്സൈഡ് എടുക്കാൻ വേണ്ടി n2 മൈനസ് n1 എന്നാക്കി. അപ്പൊ ഈ പ്ലസ് മാറി ഇവിടെ എന്ത് വരും? മൈനസ്. അപ്പൊ എങ്ങനെയാ? 1 ബൈ r1 മൈനസ് 1 ബൈ r2. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? n1 1 ബൈ v മൈനസ് 1 ബൈ u ഈക്വൽ ടു n2 മൈനസ് n1 into 1 by r1 minus 1 by r2. Okay, this is equation number 2. Okay, 3 and 4. വേഗം എഴുതിക്കും, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. വേഗം എഴുതിക്കും. എഴുതിയാ? മനസ്സിലാക്കിയാണ് എഴുതുന്നത്. അക്വിന് കിട്ടിയാ? എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? അക്വിന്റെ കഴിഞ്ഞില്ലേ എക്സാം? അപ്പൊ അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് തന്നെ. അത് കുഴപ്പമില്ല.
ഇല്ല. എലൈഷയുടെ എക്സാം കഴിഞ്ഞില്ലേ? നമുക്കെല്ലാം കഴിഞ്ഞില്ലേ? മൺഡേ, നമുക്ക് ട്യൂസ്ഡേ അടുത്ത ക്ലാസ്. അഭിരാം സോറി അച്ചിന്ത് പഠിച്ചിട്ട് വന്നോന്ന്. കുഴപ്പമില്ല, ഞാൻ നിന്നെ വിളിക്കുള്ളൂ. ആണോ? അപ്പൊ പിന്നെ എന്തായാലും പഠിക്കണമല്ലോ എന്തായാലും. മനസ്സിലാക്കി എഴുതണോട്ടാ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇനി ഞാൻ ട്യൂസ്ഡേ എഴുതിക്കാൻ നേരത്തെ എനിക്ക് ഡൗട്ട് ഉണ്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഇനിയുണ്ട്, കംപ്ലീറ്റ് ചെയ്യട്ടെ, ഫോർമുലയിലേക്ക് എത്തിക്കട്ടെ. ആ ഇക്വേഷൻ നമ്പർ കൊടുത്തു പോണേ, കറക്റ്റ് ആയിട്ട് കൊടുത്തു പോയിക്കോട്ടെ ഇക്വേഷൻ നമ്പർ. അനന്തു കഴിയുമ്പോ പറയണേ. കഴിഞ്ഞ എഴുതി കഴിഞ്ഞ എല്ലാരും? ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഈ N1 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുതന്നെയാണ്. 1/v മൈനസ് 1/u ഈക്വൽ ടു N2 മൈനസ് N1/N1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ഇനിയാണ് നമ്മൾ ഫോർമുലയിലേക്ക് എത്താൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു കണ്ടീഷൻ കൺസിഡർ ചെയ്യണേ. വെൻ ഒബ്ജക്റ്റ് യു ഇസ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് എവിടെയായിരിക്കും? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇമേജ് കിട്ടുന്നത് എവിടെയായിരിക്കും? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറെ വരച്ചൊക്കെ നോക്കിയില്ലേ, ഫോക്കസ്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്യണം കേട്ടാ. കൺസിഡർ വെൻ യു ഈക്വൽ ടു ഇൻഫിനിറ്റി, അതായത് ഒബ്ജക്റ്റ് നമ്മളിപ്പോ ഇവിടെ വെച്ച നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ട് നമ്മൾ ഇൻഫിനിറ്റിയിൽ വെക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് ഫോക്കസിലായിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ 1/v എന്ന് പറയുന്നത് എന്താവും? 1/f മൈനസ് 1/u എന്ന് പറയുന്നത് എന്താവും? ഇൻഫിനിറ്റി ഈക്വൽ ടു N2 മൈനസ് N1/N1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. 1/ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായി പോവും? 0. അപ്പൊ എന്തെന്ന് എഴുതാം? 1/f ഈക്വൽ ടു N2 മൈനസ് N1/N1 into 1/R1 minus 1/R2. This is equation number 6. Comparing equation 5 and 6. Equation 5 ഉം 6 ഉം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. 5 ഉം 6 ഉം ശ്രദ്ധിച്ചേ. 1/v minus 1/u equal to N2 minus N1/N1 into 1/R1 minus R2. ഇനി അടുത്ത ഇക്വേഷൻ 1/f equal to N2 minus N1/N1 equal into 1/R1 minus 1/R2. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കൺക്ലൂഷൻ പറഞ്ഞേ. 1/v minus 1/u equal to 1/f. ഇത് ഞാൻ കൺക്ലൂഡ് ചെയ്ത് നിർത്തിയതാണ്. ഇതാണ് ഇക്വേഷൻ. ഏതാണ്? അത് നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ N2/N1 minus 1. ടെക്സ്റ്റിൽ അങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്? ലാസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ വേണമെങ്കിൽ കൊടുത്തു. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ മ്യൂ വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുത്തിട്ട് നമുക്ക് മ്യൂ മൈനസ് 1 ഇൻറ്റു അതുപോലെ തന്നെ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇതൊന്ന് കോമൺ ആക്കി എഴുതിക്കോട്ടാ. 1/f ഈക്വൽ ടു N2/N1 മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഓക്കെ, N2/N1 ഇപ്പൊ n ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 1/f ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ
പഠിച്ചിട്ട് വന്നോളൂ.